കലോത്സവ വേദികളിൽ പുതുമുഖമായിട്ടുള്ള ഇരുള നൃത്തം അവതരിപ്പിച്ചിറങ്ങി വന്നിട്ടുള്ള മിടുക്കന്മാരാണ് ഈ കൂട്ടത്തിലുള്ളത്. അവരെ പഠിപ്പിച്ച മാഷന്മാരും ഒക്കെ ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു മാഷെ കുട്ടികളുടെ പെർഫോമൻസ്? അടിപൊളിയായി ഉണ്ടായിരുന്നു. വളരെ നന്നായി തനത് ശൈലിയിൽ എല്ലാ കുട്ടികളും കളിച്ചു. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങൾ പട്ടികജാതി വികസന വകുപ്പിൻ്റെ കീഴിലുള്ള സ്കൂളുകളാണ്. അപ്പോൾ ഇരുള വിഭാഗത്തിലെ കുട്ടികളാണ് ഈ നൃത്തം അവതരിപ്പിച്ചത് എന്നതാണ്. അവരുടെ പരമ്പരാഗത നൃത്ത രൂപമാണ്. ഇത് ആരും പുറത്തുനിന്ന് വന്ന് പഠിപ്പിച്ചതൊന്നുമല്ല. ഞങ്ങളെല്ലാവരും ഒന്ന് കോർഡിനേറ്റ് ചെയ്തു. കുട്ടികൾ തന്നെ പഠിച്ച് അവർ തന്നെ ഇതായിട്ടില്ല. ഫുൾ റിസൾട്ടും അവരുടെയാണ്. സാധാരണ നമ്മൾ ഈ ഒരു ഇരുള നൃത്തമൊക്കെ സാധാരണ പുതുതാണ്, നമുക്കറിയില്ല അതിനെക്കുറിച്ച്. അങ്ങനെയാണ് മിക്കവരും ഇവിടെ കളിക്കാൻ വരുന്നവരും കാണാനിരിക്കുന്നവരൊക്കെ. പക്ഷെ നിങ്ങൾക്കത് പരിചയമുള്ള ഒരുപാട് കുട്ടികളുണ്ട് ഈ കൂട്ടത്തിൽ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കുട്ടികൾ ഈ ഒരു ഇരുള നൃത്തമായിട്ട് ഈ വേദിയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? കണ്ടില്ലേ? നല്ല പെർഫോമൻസ് ആയിരുന്നു കുട്ടികൾ. അവരുടെ തനതായ രീതിയിൽ അവർ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. നല്ല രീതിയിൽ തന്നെയുള്ള പെർഫോമൻസ് ആയിരുന്നു. ഇനി നമ്മുടെ കുട്ടികളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞാലോ? എൻ്റെ പേര് സബീഷ്. എൻ്റെ പേര് ജഗന്നാഥൻ. എൻ്റെ പേര് അദ്വൈത്. എൻ്റെ പേര് വിമൽ. എൻ്റെ പേര് പ്രശാന്ത്. എൻ്റെ പേര് നിശാന്ത്. എൻ്റെ പേര് അനീഷ്. എൻ്റെ പേര് വിനായക്. എൻ്റെ പേര് വിനു. എൻ്റെ പേര് രതീഷ്. എൻ്റെ പേര് ഗൗതം. എൻ്റെ പേര് മൃദുലേഷ്. അങ്ങനെ 12 പേരാണ് പെർഫോം ചെയ്തത്. അതിൽ ഇവരുടെ കയ്യിലുള്ള ഈ ഒരു ഇതൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കുകയാണോ? ആ, ഉണ്ടാക്കാം. ആണല്ലേ, അതാണ് ഇതൊക്കെ ഇവർ ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് മുൻപേ അറിയുമായിരുന്നു? നിങ്ങൾക്ക് അറിയോ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു? അതോ ഈ ഒരു മത്സരത്തിനായിട്ട് പഠിച്ചുണ്ടാക്കിയതാണോ? ഇല്ല, നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. ആണല്ലേ, ഓക്കെ. അപ്പോൾ അതും അങ്ങനെ ഉണ്ടാക്കിയതാണോ അല്ലേ? അപ്പോൾ ഇത് മണ്ണാണ്. ഇത് മണ്ണാണ്. ഇത് തോല്. അപ്പോൾ ഇതൊക്കെ മുൻപേ അറിയുന്നത് കൊണ്ട് തന്നെ അവർക്കത് കുറച്ചും കൂടെ ഒരു കംഫർട്ട് സോൺ ഉണ്ട് ഇവർക്ക് എന്നുള്ളതാണ്. ബാക്കിയുള്ളവരൊക്കെ ഇത് കണ്ട് പഠിച്ച് ഒക്കെ വേണം ഈ ഒരു സ്റ്റേജിൽ എത്തിക്കാനായിട്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കിത് പരിചയമുണ്ട്. ആദ്യമായിട്ട് കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്തു. സംസാരിക്കാൻ പിള്ളേർക്ക് മൈക്കിൽ സംസാരിക്കാൻ അവസരം കൊടുക്കാൻ പറയാം. അപ്പോൾ നമ്മൾ ഈ ഒരു പെർഫോമൻസ് ഇവർ നല്ല രീതിയിൽ സ്റ്റേജിൽ ഇത് കാഴ്ചവെച്ചു, നന്നായിട്ട് ചെയ്തു. ഇവരുടെ ആ ഒരു അനുഭവം നമുക്ക് മുൻപേ നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇരുള നൃത്തം അറിയാം അല്ലേ? ഞങ്ങളിത് ചെറിയ വശം തന്നെ പഠിച്ചു വരുന്നതാണ് പരമ്പരയായിട്ട്. ആണ്. അപ്പോൾ ഈ ഒരു മത്സരത്തിന് വേണ്ടിയിട്ടല്ല, ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യമാണല്ലേ? ഓൾറെഡി അറിയുന്ന കാര്യം. അപ്പോൾ ഈ വർഷം ഈ ഒരു ഇരുള നൃത്തം, പണിയ നൃത്തം എന്നൊക്കെ പറഞ്ഞ് ഒരു 5 ഐറ്റംസ് പുതുതായിട്ട് മത്സര ഇനങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എന്ത് തോന്നി? അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ഒരു ഇതും കൂടി അവതരിപ്പിക്കാന്നുള്ള ഒരു ഇത് നമുക്ക് കിട്ടിയത് ഒരു സന്തോഷം. ബാക്കിയുള്ളവരൊക്കെ ഈ മത്സരത്തിനായിട്ട് ഇത് പഠിച്ചു വരികയാണ്. അപ്പോഴാണ് ഇവർക്ക് അറിയുന്ന ഒരു കലയാണ്, അതാണ് സ്റ്റേജിൽ അവതരിപ്പിക്കാനായിട്ടൊരു അവസരം കിട്ടിയത്. അതൊരു ഭയങ്കര സന്തോഷമാണല്ലേ നമുക്ക്. അപ്പോൾ അതൊരു അവസരമാണെന്ന് തോന്നി അല്ലേ? നമ്മൾ വേഗം അത് പ്രാക്ടീസ് ചെയ്തു. സബ് ജില്ലയിൽ ഫസ്റ്റ് വാങ്ങിയിട്ട് ഇവിടെ എത്തി. ഇനി ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഫസ്റ്റ് വാങ്ങി സ്റ്റേറ്റിൽ പോകണം. അതാണ് നമ്മുടെ ആഗ്രഹം. ഇവരെ സ്റ്റേറ്റിൽ എത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. നടക്കുന്നുള്ള പ്രതീക്ഷയാണ്. കുട്ടികൾ നന്നായി ചെയ്തു. റിസൾട്ട് വരുമ്പോൾ എന്താണെന്ന് അറിയാം. ഈ ഇരുള നൃത്തം എന്ന് പറയുന്ന സമയത്തെ അത് എന്താണ്? നിങ്ങൾക്ക് ചെറുപ്പം തൊട്ട് അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ അതെന്താന്ന് നമ്മൾ അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കായിട്ടൊന്ന് പറഞ്ഞു തരും. ആരാ പറയുന്നത്? അപ്പോൾ ഈ ഒരു ഇരുള നൃത്തം എന്താണെന്ന് വായിച്ചും കണ്ടും കേട്ടൊക്കെ അറിവുള്ളവരായിരിക്കും നമ്മൾ. പക്ഷെ ഇവർക്കത് ചെറുപ്പം തൊട്ടേ പരിചയമുള്ളതാണ്. അപ്പോൾ എന്താണ് ഇരുള നൃത്തം എന്നൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? ഞങ്ങൾ അട്ടപ്പാടിയിൽ നിന്നാണ് വരുന്നത്. പരമ്പരാഗതമായിട്ട് ഇരുളർ ചെയ്തു വരുന്ന നൃത്തമാണ് ഇരുള നൃത്തം. ഈ നൃത്തം പ്രധാനമായിട്ടും ഈ മരണത്തിന്, പിന്നെ ഉത്സവത്തിന്, വിവാഹത്തിന് എന്നിവയ്ക്കൊക്കെ പരമ്പരാഗതമായിട്ട് കളിച്ചിരുന്നു. ഇത് കളിക്കുന്ന സമയത്ത് ആരൊക്കെ ആയിരിക്കും സാധാരണ ഇത് കളിക്കുക? കുട്ടികളൊക്കെ ഇരുള നൃത്തം കളിക്കുമ്പോൾ കുട്ടികളും അതിൽ പങ്കുചേരാറുണ്ടോ? കുട്ടികൾ, മുതിർന്നവർ എല്ലാവരും വരാറുണ്ട്. വീണിയാറാട്ടം എന്നാണ് ഇത് പ്രധാനമായിട്ട് പറയാം. ആണോ? ആഹാ. അപ്പം അങ്ങനെയാണ്. ഇതൊക്കെ നമുക്ക് എവിടെയും ഗൂഗിളിൽ പോലും കിട്ടാത്ത ഇൻഫർമേഷൻ ആണ് കേട്ടോ പറഞ്ഞു തന്നത്. എന്താ പേര്? വിനായക്. വിനായകന്റെ വായിന്ന് വന്നത് നമുക്ക് ഗൂഗിളിൽ പോലും ഞാനതൊരു കാണാത്ത കാര്യങ്ങളാണ്. എന്താ ഇതിന് വേറെ പേര് പറയാം? ഇരുള നൃത്തം. അല്ല, വേറൊരു പേര് പറഞ്ഞു. വീണിയാറാട്ടം. വീണിയാറാട്ടം. വീണിയാറാട്ടം എന്തോ എന്തായാലും ആണുങ്ങളും ചേർന്ന് കളിക്കുന്ന കളി. അതെ. അപ്പൊ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരും ചേർന്ന് കളിക്കുന്ന ഒരു കളിയാണ്. രാത്രി മുഴുവൻ ഇങ്ങനെ കളിച്ച് പുലർച്ചെ വരെ കളിക്കും. അങ്ങനെ എന്തോ അല്ലേ? കുട്ടികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ സ്കൂളിലെ കുട്ടികളാണ്. പട്ടികജാതി വികസന വകുപ്പിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ വടക്കാഞ്ചേരിയിലെ കുട്ടികളാണ്. ഒരു 5ാം ക്ലാസ്സിൽ തന്നെ ഹോസ്റ്റലിൽ നിന്ന് 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ഞാൻ ഹോസ്റ്റലിലെ വാർഡനാണ്. അപ്പോൾ ഞങ്ങളും പിള്ളേരും തമ്മിലുള്ള അധ്യാപകരും എല്ലാ ജീവനക്കാരും എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി ഇതാണ് ഞങ്ങൾക്കൊരു സന്തോഷത്തുള്ള ഒരു സംഭവമാണിത്. ഞങ്ങൾക്ക് സ്റ്റേറ്റിലെത്തണം. ഞങ്ങളുടെ ഹയർ സെക്കൻഡറി ടീമുണ്ട്.
ഞങ്ങൾ ആ ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും എത്താൻ പറ്റട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ പരിശ്രമം സ്റ്റേറ്റ് ലെവലിൽ വരെ തിരുവനന്തപുരത്തെ സ്റ്റേജിൽ കളിച്ചിട്ട് അവിടെ നിന്നും എ ഗ്രേഡ് കിട്ടാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും. അതേപോലെ സ്കൂൾ ആൺകുട്ടികളോ ഒന്നുകൂടെ ഞാൻ പറയാം. അപ്പോൾ സാധാരണ നമ്മൾ പല ഇരുളനൃത്തം ഇവിടെ കാണുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സായി കളിക്കുന്നുണ്ട്, പെൺകുട്ടികൾ മാത്രം കളിക്കുന്നുണ്ട്. ഇതിലിങ്ങനെ ആൺകുട്ടികൾ മാത്രം കളിക്കുന്ന ഒരു ഗ്രൂപ്പ് ഞാൻ അങ്ങനെ കണ്ടില്ല. അതിൻ്റെ കാരണം ഇത് നമ്മൾ ബോയ്സ് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അല്ലേ, അതുകൊണ്ടാണ് ഇവർ മാത്രം ഒറ്റയ്ക്ക് ഈ ആൺകുട്ടികളുടെ മത്സരം അല്ല ആൺകുട്ടികൾ മാത്രമായിട്ട് ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തത്. എന്തായാലും നമുക്ക് സ്റ്റേറ്റ് ലെവൽ വരെ പങ്കെടുക്കാനായിട്ടുള്ള ഭാഗ്യം കിട്ടട്ടെ. ഈ ഒരു നമ്മുടെ കഠിനാധ്വാനമല്ല, ഇപ്പോൾ സ്കൂളിൽ ഹോസ്റ്റലിലാണെന്ന് പറഞ്ഞു, റെസിഡൻഷ്യൽ സ്കൂളാണ്, മാഷന്മാരും കുട്ടികളൊക്കെ ചേർന്ന് രാത്രിയും പകലൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. അപ്പോൾ ഈ ഒരു നമ്മുടെ ആ ഒരു കഠിനമായിട്ടുള്ള ആ ഒരു പരിശ്രമത്തിൻ്റെ റിസൾട്ട് ഉണ്ടാവട്ടെ, സ്റ്റേറ്റ് ലെവലിൽ എ ഗ്രേഡ് തന്നെ കിട്ടട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.